നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് നിങ്ങളുടെ അടുത്തേക്ക് ആരാണ് വരുന്നത്. അത് ആരുമാവാം. ഒരു കുഞ്ഞുവാവയാവാം, നിങ്ങളുടെ മാനേജർ ആവാം, എന്തെങ്കിലും ജോലിയുടെ സംബന്ധിച്ച് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു ലെറ്റർ ആവാം, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ആവാം, ഒരു റിലേഷൻഷിപ്പ് ആവാം, നിങ്ങളുടെ ബന്ധു ആവാം, ഫ്രണ്ട്സ് ആവാം, ആരുമാവാം കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തേക്കുന്ന കളേഴ്സ് പിങ്ക്, ബ്രൗൺ, റെഡ്. ഈ 3 കളേഴ്സാണ് എടുത്തേക്കുന്നത്. പിങ്ക്, ബ്രൗൺ, റെഡ്. അപ്പോൾ ഇതിലേത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഞാൻ നോക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ് ഇപ്പോഴത്തെ, പിന്നെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ, പിന്നെ ആരാണ് വരുന്നത്. നമ്മൾ ആരാണെന്ന് വരുന്നത് ചിലപ്പോൾ എന്താണ് വരുന്നതെന്നും ആവാം കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ പിങ്ക് സെലക്ട് ചെയ്തവരുടെ റീഡിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇങ്ങനെ മറിയാതെ വീഴുമ്പോൾ എനിക്ക് എടുക്കാനൊരു മറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് നിങ്ങൾക്കുള്ള റീഡിങ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഇതുണ്ട് ഇങ്ങനെയൊക്കെ വീഴുന്നത്. ഇതെന്തായാലും ഇങ്ങനെ അറിയുക പ്ലീസ്. അപ്പോൾ ഓംകാരവും മൗണ്ടൻസുമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്ന കാർഡ്സ്. ഓംകാരം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ക്രൗൺ ചക്രയ്ക്ക് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി, ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി ഓംകാരം, ഓം, ആ സൗണ്ട് അത് ചാൻറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ യൂട്യൂബിൽ നോക്കുക. അപ്പോൾ നിങ്ങളുടെ ചക്രാസ് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെ റിലീസ് ചെയ്യണമെന്ന് യൂട്യൂബിൽ വീഡിയോസ് ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ മൗണ്ടൻസ് ആണ്. മൗണ്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലുക്കമില്ലാതെ ഇരിക്കുക. പ്രശ്നങ്ങൾ ഇഷ്ടം പോലെ നമ്മളുടെ ജീവിതത്തിൽ വരും. അതിനെയൊക്കെ നമ്മൾ ഒരു കുലുക്കവുമില്ലാതെ അതിനെ പ്രതിരോധിക്കുകയോ അതിനെ ഫേസ് ചെയ്യുകയോ വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ അതാണ് നിങ്ങൾക്കുള്ള ഓറക്കിൾ മെസ്സേജ് 2 വന്നിരിക്കുന്നത്. ഇനി ഞാൻ ജിപ്സി ഓറക്കിളാണ് നോക്കുന്നത്. ഈ ചീട്ട് കളിക്കുന്നവർക്ക്, ഇത് സ്ഥിരമായിട്ട് ചീട്ട് കളിക്കുന്ന അല്ലെങ്കിൽ ചീട്ട് കളിയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഈ കാർഡ്സ് ഷഫിൾ ചെയ്യാൻ നല്ല പ്രാക്ടീസ് ആയിരിക്കും. ഞാൻ ചീട്ട് കളി എനിക്കിഷ്ടമല്ല, ഞാൻ കളിക്കുകയും ചെയ്യാത്തൊരു സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് ചീട്ട് ഇങ്ങനെ ഈ പരിപാടി എനിക്ക് അത്ര പിടുത്തമില്ല. നമ്മൾക്ക് കാർഡുകൾ ഒട്ടിപ്പിടിച്ചിരിക്കരുത്, പല കാർഡ്സ് മിക്സ് ചെയ്യണം, അത്രേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നു എന്നല്ല. പക്ഷെ നമ്മൾ ചില ടാരോ റീഡിംഗ് ഒക്കെ കാണും. ഞാൻ മറ്റുള്ളവരുടെ ടാരോ റീഡിംഗ് കാണാറുണ്ട്. അപ്പോൾ പുതിയ നല്ല പ്രാക്ടീസ് വല്ലതും ഉണ്ടെങ്കിൽ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ നല്ല ഉഗ്രൻ്റെ കാർഡ് ഷഫിൾ ചെയ്യുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാനേ അറിയുള്ളൂ. എന്തായാലും കാര്യം നമുക്ക് നടന്നാൽ മതി. ഞാൻ എന്നിൽ വിശ്വസിക്കുന്ന ആളാണ്. എങ്ങനെ ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. അപ്പം നമ്മളുടെ കാര്യം നടക്കണം. അത് ആര് ചെയ്യുന്നത് എങ്ങനെ ചെയ്യുന്നതല്ല ഉദ്ദേശം, റിസൾട്ട് കിട്ടണം നമുക്കതാണ്. ഞാൻ അങ്ങനെ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് സോൾജിയർ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ഡിഫെൻസ് ആവണം. ഒരു സിറ്റുവേഷനിൽ എല്ലാവരും നമ്മളെ ഉപദ്രവിക്കാൻ വരുമ്പോൾ നമ്മൾ നമ്മളുടെ സൈഡ് ഡിഫെൻഡ് ചെയ്യണം. അങ്ങനെ ഒരിത്. അതല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ കാത്തിരിക്കുന്ന ആരെങ്കിലും പട്ടാളത്തിലുണ്ടെങ്കിൽ അവർ വരുന്നുണ്ട് എന്നൊക്കെയാണ് കാണിക്കുന്നത് കേട്ടോ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ പട്ടാളത്തിലുണ്ടെങ്കിൽ അയാളും വരുന്നുണ്ട് നിങ്ങളുടെ അടുത്തേക്ക്, അതും കാണിക്കാം.
അപ്പോൾ നമ്മളിനി പോകാൻ പോകുന്നത് നിങ്ങളുടെ ഓവറോൾ എനർജി. ഇത് നിങ്ങളെക്കുറിച്ചുള്ള റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? അപ്പോൾ നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? എയ്റ്റ് ഓഫ് വോൺസ് ആണ്. എയ്റ്റ് ഓഫ് വോൺസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തോ ഒരു ആക്ഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, പെട്ടെന്ന് ആക്ഷൻ വേണം. ചിലപ്പോൾ ആരെങ്കിലും വരാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ അവർ പെട്ടെന്ന് വരണം, അല്ലെങ്കിൽ പോകാൻ വെയിറ്റ് ചെയ്യണമെങ്കിൽ പെട്ടെന്ന് പോകണം, കാര്യങ്ങൾ പെട്ടെന്ന് നടക്കണം. മനസ്സിലായി? ക്ഷമയില്ലാത്തൊരു സിറ്റുവേഷൻ. അപ്പോൾ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറക്കാൻ പോയിരിക്കും പ്ലെയിനിൽ, അതും കാണിക്കുന്നത്. എന്തായാലും മൂവ്മെൻറ്റ് വേണം. അപ്പോൾ ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ സ്റ്റക്കായിട്ടിരിക്കും, അവിടെ മൂവ്മെൻറ്റ് വേണം. ഇതിങ്ങനെ പറ്റില്ല, ഇതിലെന്തെങ്കിലും ഒരു വ്യത്യാസങ്ങൾ വരണമെന്ന് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവാം. ഓക്കെ, ഇതൊന്ന് ക്ലാരിഫൈ ചെയ്യാം. എല്ലാം റിവേഴ്സാണ്. നമുക്ക് ബാലൻസ് ഇല്ലായ്മ, അതുപോലെ പണത്തിൻ്റെ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾക്ക്. പണനഷ്ടം ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇവിടെ. എന്തിലൊക്കെയോ പണം ഇറക്കിയത് അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, ഒരു റിട്ടേൺസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതിൻ്റേതായ ഒരു കാൽക്കുലേഷൻ ശരിയായില്ല നിങ്ങൾ പണം ഇറക്കിയതിൻ്റെ. അപ്പോൾ അതൊരു കുറച്ച് പ്രശ്നം. മോഷണം പോയോ, അതോ ആരെങ്കിലും കടം വാങ്ങിച്ചിട്ട് തിരിച്ചു തരില്ലേ, അതല്ലെങ്കിൽ നിങ്ങൾ ബിസിനസ്സിൽ ഇറക്കിയ പണം ഒന്നും നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയില്ല, അതല്ലെങ്കിൽ ശമ്പളം കിട്ടാതിരിക്കുന്ന കുറേ പേര്. അപ്പോൾ ഇവിടെ ടെമ്പറൻസ് റിവേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്രശ്നം കൊണ്ട് എല്ലാം താളം തെറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് മാറിയിട്ട് ഒരു മൂവ്മെൻറ്റ് വേണം. ഇപ്പോൾ സ്റ്റക്കാണല്ല. ഇതാണ് നിങ്ങളുടെ ഓവറോൾ എനർജി. അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജിയാണ് കണ്ടത്. നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? നിങ്ങൾ പക്ഷേ ഹാപ്പി ആണല്ലോ, സാറ്റിസ്ഫൈഡ് ആണ്. ടെൻഷൻ ഉണ്ട്. ഓവറോൾ എനർജിയിൽ നിങ്ങൾക്ക് ഭയങ്കര എല്ലാം പ്രശ്നങ്ങളാണെന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് നടക്കണം കാര്യങ്ങളെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഈ സിറ്റുവേഷൻ മാറിയിട്ട് സിറ്റുവേഷൻ മുമ്പോട്ട് പോകാനായിട്ട് പതുക്കെ പതുക്കെ പിച്ച വെച്ച് മുമ്പോട്ട് പോകുന്നുണ്ടാവാം. അതിന് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച പോലെ കാര്യങ്ങൾ ഇപ്പോൾ മുമ്പോട്ട് പോകാൻ തുടങ്ങുന്നുണ്ട്. ഒരു ഏസ് ഓഫ് കപ്സ് കാണിക്കുന്നുണ്ട്. ഒരു ബ്രാൻഡ് ന്യൂ ലവ് ഓഫറാണിത് കേട്ടോ. ലവിൻ്റെ അതിൽ ഒരു പുതിയ ഓഫർ വന്നിരിക്കുന്നത്. നിങ്ങൾ ആരോ പുതിയൊരു റിലേഷൻഷിപ്പ് നിങ്ങൾ തുടങ്ങിയോ, അതോ നിങ്ങളോട് സ്നേഹമാണെന്ന് ആരെങ്കിലും ഒരാൾ പറഞ്ഞോ പുതിയതായിട്ട്? ഏസ് ഓഫ് പെൻറ്റക്കിൾസ്, രണ്ട് പുതിയമയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ തുടങ്ങാൻ പോകുന്നു. രണ്ട് ഏസ് ഉണ്ട്. ഒരെണ്ണം പെൻറ്റക്കിൾസ് ആണെങ്കിൽ ഇത് ഫ്ലറിഷ് ചെയ്യുക, അബണ്ടൻ്റ് ആവുക. ലവ് ഓഫറും അബണ്ടൻ്റ് ആവുക. അതുകൊണ്ട് പിന്നെ പേജ് ഓഫ് വോൺസ് ആണ് കാണിക്കുക. അപ്പോൾ ഒരു പ്ലാൻ ചെയ്യുകയാണ്, ആക്ഷൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഇതാണ്. നിങ്ങൾ പ്ലാനിങ്ങിലാണ്, കാര്യങ്ങൾ ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് ഒരു സമാധാനമുണ്ട്. വിചാരിച്ച പോലെ കാര്യങ്ങൾ പതുക്കെയാണെങ്കിലും മുമ്പോട്ട് പോയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത്? പേപ്പർ വിൽക്കുന്ന ആൾ ആക്രി കച്ചവടക്കാരനാണ് കിടന്ന് വച്ചിരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു ഡിസപ്പോയിൻമെന്റ് കാണിക്കുന്നുണ്ടല്ലോ. എന്താണ് വരുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഞാൻ ടൈം ലൈൻ വെച്ചിട്ടില്ല, ഇത് എപ്പോൾ വേണമെങ്കിലും നടക്കാം കേട്ടോ. എന്താണ് വരുന്നത് നോക്കുമ്പോൾ ജസ്റ്റിസ്, ഒരു ഡിസപ്പോയിൻമെന്റ്, ജസ്റ്റിസ്, ഓപ്ഷൻസ്, ഡിസിഷൻ എടുക്കേണ്ടി വരുന്നതാണ്. അപ്പോൾ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ അന്യായമായിട്ട് നമ്മളുടെ ജീവിതത്തിൽ അന്യായം, ചിലപ്പോൾ നിങ്ങളുടെ പൈസ എല്ലാം നിങ്ങൾക്ക് തിരിച്ചു കിട്ടുമായിരിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കിട്ടാൻ വഴിയുണ്ട്. അതിൽ നിങ്ങൾ ചിലപ്പോൾ കേസ് കൊടുക്കേണ്ടി വരുമായിരിക്കും. ഈ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ കേസ്, മീൻസ് വക്കീലിനെ വയ്ക്കുക, വക്കീലിനോട് സംസാരിക്കുക, കോടതി പോകേണ്ടി വരിക, എന്തെങ്കിലും ഒരു കാര്യത്തിന്, അങ്ങനെയൊക്കെയാണ് ജസ്റ്റിസ് വരിക. ഈ 7 ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻസ്, അല്ലെങ്കിൽ അതിന് കൺഫ്യൂഷൻ എന്ന് പറയാം.
നമ്മൾക്ക് കുറേ ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും ഏതെടുക്കണം എന്നല്ലേ. അപ്പോൾ അത് ഈ ഓപ്ഷൻസിൽ നിന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കണം. അപ്പോൾ നിങ്ങൾക്കൊരു ബ്രാൻഡ് ന്യൂ ഓഫർ വന്നിട്ടുണ്ട്. ഇവിടെ ഇയാളെ ഞാൻ കണ്ടില്ലായിരുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ലവ് ഓഫർ തന്നതിൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നുണ്ട്. അത് ഇവിടെ ഹെയർ ഓഫ് ആൻഡ് റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് പുതിയൊരു ലവ് ഓഫർ വന്ന് നിങ്ങൾ അതിന് ചൂസ് ചെയ്യാൻ നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ ഓൾറെഡി മാരീഡ് ആണെങ്കിൽ ആ മാരേജിലൊരു നിങ്ങൾ അതിനകത്തൊരു ഡിവോഴ്സിൻ്റെ പുറകെ പോകേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിൽ, അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഓഫർ വന്നേക്കുന്ന പുതിയ ഒരാളുടെ അടുത്ത് നിന്നാണെന്ന് വെക്കുക. ഇത് റിലേഷൻഷിപ്പും ആവാം, എന്തുമാവാം, പണമാവാം. ഇവിടെ പണവും റിലേഷൻഷിപ്പും കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടി നിങ്ങൾക്ക് ഓഫർ വന്നേക്കുകയാണ്. നിങ്ങൾ അതിൻ്റെ പ്ലാൻ ചെയ്യുന്നു. ഫ്യൂച്ചറിൽ നിങ്ങളപ്പോൾ നിങ്ങളുടെ കൂടെയുള്ള കറണ്ട് പാർട്ട്ണർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചറിന് നല്ലത് പുതിയതായിട്ട് വന്ന ഓഫറാണ് എന്നതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലുള്ള ഇപ്പോഴത്തെ ആളെ നിങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും കേട്ടോ. അതാണ് ഇവിടെ ലീഗൽ ജസ്റ്റിസ് കാണിച്ചത്. ഡിസപ്പോയിൻമെൻറ്റ്. കാരണം ഇതിനകത്ത് നിങ്ങൾക്ക് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ട്. നിങ്ങളുടെ കറണ്ട് പാർട്ട്ണറിൽ നിങ്ങൾ ഹാപ്പി അല്ല, അല്ലെങ്കിൽ കറണ്ട് ജോലിയാണെങ്കിൽ അതിൽ ഹാപ്പി അല്ല, ബിസിനസ് ഇപ്പോൾ ചെയ്യുന്നതിൽ ഹാപ്പി അല്ല, കാരണം അതിനകത്ത് പ്രോഫിറ്റ് കിട്ടുന്നില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ഉപേക്ഷിച്ചിട്ട് പുതിയൊരു ഇതിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതാണ് ഇവിടെ ഓപ്ഷൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഓപ്ഷൻസ് കൂടുതൽ വന്നു. ഇപ്പോൾ ഉള്ളതും അല്ലാതെ പുതിയൊരു ഓപ്ഷൻ വന്നപ്പോൾ നിങ്ങൾ കമ്പാരിസൺ നോക്കുമ്പോൾ പുതിയ ഏത് ഓഫറാണ് നിങ്ങൾക്ക് ബെറ്റർ എന്ന് നിങ്ങൾ തീരുമാനിക്കണമെങ്കിൽ ഒരെണ്ണം ഉപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് ഒരെണ്ണം സ്വീകരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊരു വലിയ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ഒരു സിറ്റുവേഷൻ ഉപേക്ഷിച്ചിട്ട് പുതിയൊരു സിറ്റുവേഷനെ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഫ്രണ്ട്സൊക്കെ വെച്ചിട്ടാണ് ബിസിനസ് തുടങ്ങിയേക്കുന്നതെങ്കിൽ അവരെയൊക്കെ നിരാശപ്പെടുത്തേണ്ടി വരും. അതല്ല റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരെ നിരാശപ്പെടുത്തേണ്ടി വരും. നിങ്ങളൊരു ഡിവോഴ്സിലേക്ക് പോകേണ്ടി വരും. നിങ്ങൾക്കതിൽ വിഷമമുണ്ട്, റിഗ്രറ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഈ ഓപ്ഷൻസ് എടുക്കണമെങ്കിൽ, നിങ്ങളുടെ സക്സസ് നോക്കണമെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം ഡിസൈഡ് ചെയ്തേ പറ്റുള്ളൂ. അതാണ് നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. നിങ്ങൾ വളരെ ഡിഫിക്കൽട്ടായ ഒരു ഡിസിഷൻ എടുക്കേണ്ടി വരും അടുത്ത് തന്നെ. അപ്പോൾ ഈ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ലൈഫിൽ. ഈ ഡിസിഷനിലേക്ക് നിങ്ങൾ എത്തേണ്ടി വരും കേട്ടോ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? എംപററാണ്. എംപറർ എന്ന് പറഞ്ഞാൽ എംപറർ തീരുമാനിക്കുന്നതാണ്. നിങ്ങളാണ് ഇതിൻ്റെ അധിപൻ. ഇതിൻ്റെ ഡിസിഷൻ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്നത് അന്തിമമായിരിക്കും. മനസ്സിലാവണ്ടോ? എന്ന് വെച്ചാൽ രാജാവ് തീരുമാനിക്കുന്ന കാര്യമാണ് അന്തിമം. കോടതി തീരുമാനിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല. അതൊരു ഫൈനൽ ഡിസിഷനാണ്. അപ്പം നിങ്ങളാണ് ഈ ഡിസിഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ നിങ്ങളാണ് ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത്. വേറെ ആർക്കും നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ വളരെ ആലോചിച്ച് ഒരു രാജാവ് എങ്ങനെയായിരിക്കും, ഒരു ചക്രവർത്തി എങ്ങനെയായിരിക്കും കാര്യങ്ങൾ തീരുമാനിക്കുക, അതുപോലെയായിരിക്കും നിങ്ങൾ തീരുമാനിക്കുന്നത്. എല്ലാ വശവും നോക്കുക, അതിൻ്റെ ഫ്യൂച്ചർ ചിന്തിക്കുക, എന്നിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുക. അപ്പം നിങ്ങൾക്ക് അതൊരു പ്രശ്നമായിട്ട് വരരുത്. മനസ്സിലായി? ഡിസിഷൻ എടുത്തു അതും ഇല്ല ഇതും ഇല്ല എന്ന് മറ്റിൽ പോകാൻ പാടില്ല. അതാണ് ഇവിടെ കാണിക്കുന്നത്. ഞാൻ ഏതായാലും ചക്രവർത്തി ഒന്ന് ഓക്കെ, ഡെത്ത്. അപ്പോൾ ഒരു അവസാനം വരുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ ഫാദർ ഫിഗർ ആയിരിക്കാം. അച്ഛൻ ഡിസൈഡ് ചെയ്യേണ്ടി വരുമോ? അതോ ചക്രവർത്തി എംപറർ എന്ന് പറയുമ്പോൾ ഒരു കല്യാണം കഴിച്ച് മക്കളൊക്കെ ഉള്ള ഒരാളാണ്. വലിയ മക്കളൊക്കെ ഉള്ള വളരെ മെച്യൂറായ ഒരു ധനികൻ, വളരെ ധനമുള്ള വലിയൊരു ഫാമിലിയുടെ റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരാളാണ് ഈ ചക്രവർത്തി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ചക്രവർത്തിയാണ് തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ അച്ഛനായിരിക്കും തീരുമാനം എടുക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെയായിരിക്കും ഈ ചക്രവർത്തി. അപ്പോൾ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളും ഭാര്യയും ഒക്കെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു അവസാനം ഇവിടെ വരേണ്ടി വരും. ഒരു കാര്യം അവസാനിപ്പിച്ചിട്ട് വേറൊരു കാര്യം നിങ്ങൾ തുടങ്ങേണ്ടി വരുമെന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ഡിസിഷൻ ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ വേറെ ആരുടെയെങ്കിലും അഭിപ്രായത്തിന് വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ ആയിരിക്കും നിങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതാണ് ഇവിടെ കാണിക്കുന്നത്. സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, Aries, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Libra, Cancer, Pisces, Scorpio, Taurus, Aries, Leo, Sagittarius,
Taurus, Virgo, Capricorn, Cancer, Pisces, Scorpio, Cancer, Pisces, Scorpio, Taurus, Virgo, Capricorn, Sagittarius, Aries, Leo, Sagittarius. അപ്പോൾ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കണം എന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഡിസിഷൻ എടുക്കാനുള്ള ഒരു താമസമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇത് ആർമി സോൾജറാണ് കാണിക്കുന്നത്. ഇത് നിങ്ങളുടെ അച്ഛനാണോ, അത് ചേട്ടൻ ആരെങ്കിലും ആണോ, അതോ അമ്മ, ചേച്ചി ആരെങ്കിലും ഒക്കെ ആണോ? അപ്പോൾ അവർ വന്നാലേ തീരുമാനമാകുള്ളൂ നിങ്ങളുടെ സിറ്റുവേഷനിൽ. അതുകൊണ്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. ഓക്കെ. അപ്പം ഞാൻ റെഡ് എടുക്കാൻ പോവാണ്. റെഡ് സെലക്ട് ചെയ്ത ഒരു റീഡിങ്ങിലേക്കൊക്കെയാണ് പോണത്. ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ ഇവിടെ ഇമോഷണലി ഭയങ്കര പ്രശ്നമുള്ള ആരോ ഒരാളാണ് ഉള്ളത്. ഒരാളല്ല എടുത്ത് റെഡ് സെലക്ട് ചെയ്ത. റെഡ് കളർ തന്നെ ഒരു അതേപോലെ സ്വഭാവമുള്ളവർ ഭയങ്കര ഫിയറി ആയിരിക്കും. അത് ചീത്തയാണെന്നല്ല പറയുന്നത്, പക്ഷെ നമ്മൾക്ക് ഇമോഷൻ വേണം, പക്ഷെ അത് കൺട്രോളിൽ വെക്കണം. നമ്മൾ ആവശ്യമില്ലാതെ ഒച്ചയും ബഹളം ഉണ്ടാക്കുക, പെട്ടെന്നൊരു കാര്യം കേട്ട് എടുത്തു ചാടി പെരുമാറുക, ഇതൊക്കെ പ്രശ്നമുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇമോഷണൽ കൺട്രോൾ വേണം എന്നാണ് പറയുന്നത്. സ്പിരിച്വൽ ഗൈഡൻസ് ആണത്. ഇനി ഞാൻ നോക്കുമ്പോൾ നോക്കുന്നത് ജിപ്സി ഓറക്കിളാണ്. ഇതിലെന്താണ് പറയുന്നത് നോക്കാം. ഇത് നമ്മളുടെ ജീവിതത്തിലേക്ക് വരുന്നവരൊക്കെ ആയിരിക്കാം, ആളുകളെയാണ് കാണിക്കുന്നത്. ശത്രുക്കൾ, മിത്രങ്ങൾ, ഫ്രണ്ട്സ്, ഗേൾ ഫ്രണ്ട്സ്, ബോയ് ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ, ഹസ്ബൻഡ്, വൈഫ്, അങ്ങനെയൊക്കെയാണ് കാണിക്കുക. പിന്നെ ഗുഡ് ഫോർച്യൂൺ വരുന്നുണ്ടോ, ലെറ്റർ വരുന്നുണ്ടോ, അതൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ നമ്മളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്. ഇപ്പോൾ കാട് മറിഞ്ഞതുപോലെ തോന്നുന്നു, എന്നാലൊന്നും പുറത്തേക്ക് വന്നില്ല. പ്ലഷർ സീക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആളുകൾ, നമ്മളുടെ അടുത്ത് പണമുള്ളപ്പോൾ നമ്മളുടെ കൂടെയുള്ള ആൾക്കാരുണ്ടല്ലോ, പണമില്ലാത്തപ്പോൾ അവരൊന്നും ഉണ്ടാവില്ല കൂടെ. അപ്പോൾ വെള്ളമടി കൂട്ടുകാർ, അതല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കൂട്ടുകൂടുന്നവർക്കൊക്കെ ആ ഒരു സമയത്തിൻ്റെ സന്തോഷമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയല്ല അത് നിങ്ങളുടെ കൂടെ വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരങ്ങളും നിങ്ങൾ ചെയ്യുന്ന പൊട്ടത്തരങ്ങളും കണ്ട് എൻജോയ് ചെയ്യുക. മനസ്സിലായോ? അതല്ലെങ്കിൽ നിങ്ങളുടെ പൈസയിൽ നിന്ന് അവർക്ക് എൻജോയ്മെൻറ്റ്, അങ്ങനെയുള്ള ആളുകളാണ് പ്ലഷർ സീക്കേഴ്സ്. എന്നാൽ പെൺകുട്ടികളാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ആളുകൾ വെറുതെ അവരുടെ അപ്പോഴത്തെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ബോയ് ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേഷൻസ്, അതാണ് ഇവിടെ കാണിക്കുന്നത് പ്ലഷർ സീക്കേഴ്സ്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഈ കാർഡ് വന്നതെന്ന് അറിയില്ല. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കമ്മിറ്റ്മെൻറ്റ് തരാതെ കൂടെ നിൽക്കുന്നവർ, മനസ്സിലായോ? പൈസയ്ക്ക് വേണ്ടി ആവശ്യത്തിന് നമ്മൾ വിളിക്കുമ്പോൾ അവരുടെ ഫോൺ എപ്പോഴും നോട്ട് റീച്ചബിൾ, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. പക്ഷെ അവർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളെ വിളിക്കും. അതല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ നമ്മൾ വിളിച്ചാൽ ഉടനെ ചാടി പുറപ്പെട്ടു. പക്ഷെ അല്ലാതെ ആവശ്യത്തിന് വിളിച്ചാൽ നമ്മളുടെ കൂടെ നിൽക്കാത്ത ആൾക്കാർ ആരെങ്കിലുമൊക്കെ നമ്മളുടെ കൂടെ ഉണ്ടാവും. അതുകൊണ്ടാണ് പ്ലഷർ സീക്കേഴ്സ് എന്ന് പറഞ്ഞത്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? അപ്പോൾ ചില സമയത്ത് മറ്റുള്ളവരുടെ അടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇവരുടെ രസത്തിന്, ഇവർക്ക് കണ്ട് രസിക്കാൻ വേണ്ടി നമ്മളെ കൊണ്ട് മറ്റുള്ളവരായിട്ട് അടി ഉണ്ടാപ്പിക്കുന്ന കുറച്ച് പേര് ആൾക്കാർ നമ്മുടെ ചുറ്റും ഉണ്ടാവും. അത് കണ്ട് രസിക്കുന്നവർ. അപ്പോൾ അങ്ങനെയുള്ളവരെയൊക്കെ സൂക്ഷിക്കുക. അതുകൊണ്ട് ഇമോഷണൽ കൺട്രോൾ. അപ്പോൾ നിങ്ങൾ ഇമോഷണൽ കൺട്രോൾ ഇല്ലാത്ത ആളാകുമ്പോഴത്തേക്ക് നിങ്ങൾ ചെന്ന് കുഴിച്ചാടും, ഇവർ ഊരിപ്പോവും. കാരണം ഇവരതിനകത്ത് പാർട്ട് എടുക്കുന്നേയില്ല. ഇവർ ദൂരെ നിന്ന് കണ്ട് എൻജോയ് ചെയ്യുന്നവരാണ്, നിങ്ങളെ ഇളക്കി വിട്ട് ബഹളം ഉണ്ടാക്കുന്ന ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? ടവറാണ്. ഒരു ടവർ ഉണ്ടാക്കിയിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ടവർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കാതിരുന്ന്
എന്തോ ഒരു അത്യാഹിതം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു. അതാണ് ടവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതാണ് ആ ടവറിൻ്റെ ആ ഒരു ഇതിലാണ് നിങ്ങളിപ്പോൾ നിൽക്കുന്നത്. ഈ അത്യാഹിതം വന്നത് ടവറിനെ ക്ലാരിഫൈ ചെയ്തത് മൂൺ റിവേഴ്സ്, എല്ലാം റിവേഴ്സ് ആണെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കേണ്ടി വരുന്നത്. ഓക്കെ, എല്ലാം റിവേഴ്സാണ്. അപ്പോൾ ഇത് പോസിറ്റീവായിട്ട് എടുക്കാം. മൂൺ കാർഡ് സീക്രട്സ് ആണ്. ഇഷ്ടംപോലെ സീക്രട്സ് ഉണ്ട്. ഒരു ടവർ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ടവർ ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങളുടെ കൂടെ നിന്നവർ നിങ്ങൾക്ക് പാര വെച്ചതാണോ? നിങ്ങൾക്കറിയില്ല എന്താണ് കാര്യമെന്ന്. അപ്പോൾ നിങ്ങളുടെ ജോലിയെ സംബന്ധിച്ച് എന്തോ ഒരു കാര്യമാണ്, കൂടെ നിന്നവർ പാര വെച്ചതാണ് കേട്ടോ. അപ്പോൾ ജോലിയിൽ എന്തോ ഒരു ടവർ മൊമെൻറ്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ഇത് ജോലിയാണ്. 8 ഓഫ് പെൻറ്റക്കിൾസ് റിവേഴ്സ് ആണ്. അപ്പോൾ ഇതുകൊണ്ട് നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെടാൻ വരെ ചാൻസ് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. പക്ഷേ ആരാണ് നിങ്ങൾക്ക് ഈ പണി തന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല. അപ്പോൾ നിങ്ങൾ എടുത്തു ചാടി ഓഫീസിലുള്ള ആരോടെങ്കിലും ചൂടാവുകയോ എന്തെങ്കിലും കാര്യങ്ങൾ മണ്ടത്തരം ചെയ്യുകയോ. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്തു. അപ്പോൾ ചിലർ അങ്ങനത്തെ മെൻറ്റാലിറ്റി ഉള്ളവരുണ്ട് നമ്മളുടെ ഇടയിൽ. ഞാനൊരു സ്ഥലത്ത് ജോലി ചെയ്തിരുന്നപ്പം അവിടെ ഒരാൾ ജോലിയിൽ ഹാപ്പി അല്ലായിരുന്നു. അയാൾ പ്രൊമോഷൻ ചോദിച്ചിട്ട് കമ്പനി കൊടുത്തില്ല. അപ്പോൾ ഇയാൾ ആ ജോലി വിട്ടിട്ട് വേറെ ജോലി പോകാനായിട്ട് പ്ലാൻ ഉണ്ട്. പക്ഷേ അയാളുടെ ഒരു ദുഷ്ട മനസ്സ് നോക്കണം. അയാൾ പറഞ്ഞു അയാൾ ചെയ്യുന്ന ഡാറ്റ വർക്കാണ്. അപ്പോൾ ആ ഡേറ്റയിൽ അയാൾ കള്ളത്തരം കാണിക്കും. അപ്പോൾ കമ്പനിയുടെ തലയിൽ വരും റെസ്പോൺസിബിലിറ്റി. മനസ്സിലാവുണ്ടോ? അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ആളുകളുണ്ട്. നമ്മൾ അയാൾ ശരിക്കും ഉദ്ദേശിച്ച് പറഞ്ഞതാണോ അയാൾ വെറുതെ പേടിപ്പിക്കാൻ പറഞ്ഞാണോ എന്നല്ല. അപ്പം അങ്ങനെ അയാൾ ഒരാളോട് പറഞ്ഞു. ഇത് മാനേജ്മെൻറ്റ് കേൾക്കാനിടയാളെ അയാളെ സസ്പെൻഡ് ചെയ്ത് കളഞ്ഞു. അല്ലെങ്കിൽ അയാൾ പാര വെച്ചേനെ, കമ്പനിക്ക് പണി കൊടുത്തേനെ അയാൾ. പക്ഷെ നമ്മൾക്ക് അന്ന് വരെ അന്നം തരുന്ന കമ്പനി, അതിനെ നമ്മൾ അതുപോലെ ഇത്രയും അയാളൊപ്പം ജോലി ചെയ്ത് ഇഷ്ടംപോലെ ഫ്രണ്ട്സ് ഉണ്ട് അവിടെ. അവർക്ക് അവരുടെ എല്ലാം ജോലി പോകും. കമ്പനിക്ക് എന്തെങ്കിലും വന്നാൽ ആ കമ്പനിയുടെ കീഴിലുള്ള എംപ്ലോയീസിനാണ് പറ്റുന്നത്. ഉയർന്ന ആളുകൾക്ക് അവരുടെ അടുത്ത് പൈസയുണ്ട്, അവർ വേറെ കമ്പനി തുടങ്ങും. മനസ്സിലാവും. പക്ഷെ ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന മറ്റുള്ളവർ, ആ കമ്പനി കൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവർക്ക് വലിയ പണിയാണ്. പക്ഷെ അതൊന്നും ഇയാൾക്ക് അയാൾക്ക് അതൊന്നും ബോധയുടെ അല്ലായിരുന്നു ആൾ. അപ്പോൾ അത്രയും ക്രൂരമായ മനസ്സുള്ള ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അതിലാരൊക്കെയോ ആണ് നിങ്ങളുടെ കൂടെയുള്ളവർ. അപ്പോൾ അവരെ സൂക്ഷിക്കുക. നിങ്ങൾക്ക് പാര വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആരോ ഒരാൾ അങ്ങനെ ചെയ്തിട്ടുമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഒരു ടവർ മൊമെൻറ്റ് ഫേസ് ചെയ്യേണ്ടി വന്നത്. പക്ഷെ ആരാണെന്ന് നിങ്ങൾക്ക് അറിയില്ല അത്. ഓക്കെ, അങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ് ഇപ്പോഴത്തെ? നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്? ക്ലാരിറ്റി ആണ് ഇവിടെ. സൺ കാർഡ് കാണിക്കുമ്പോൾ സൺ കാർഡ് ഹാപ്പിനെസ് കാണിക്കും, ക്ലാരിറ്റി കാണിക്കും. ക്ലാരിറ്റി കാണിക്കുമ്പോഴും നമുക്ക് ഹാപ്പിനെസ് വരും. നമ്മൾ ഇത്ര നേരം ഇരുട്ടിലായിരുന്നു. അപ്പോൾ അറിയില്ല ആരാണ് പുറകിൽ നിന്ന് കുത്തിയതാണ്, ആരാണെന്ന് അറിയില്ല. അവസാനം ആ സിറ്റുവേഷൻ അറിയുമ്പോൾ, ആളെ കണ്ടുപിടിക്കുമ്പോൾ നമുക്കൊരു ആശ്വാസമാണ്. അതും ഒരു തരത്തിലൊരു ആനന്ദമാണ്. അത്രയും നാൾ ടെൻഷൻ അടിച്ചിരിക്കുന്നത്, ആരാന്നറിയില്ല. ശത്രു കൂടെ തന്നെ ഉണ്ട്, പക്ഷെ ആരാന്നറിയില്ല. നമുക്ക് പാര വയ്ക്കുന്നുണ്ട്. അപ്പോൾ പക്ഷെ അത് അറിഞ്ഞു കഴിയുമ്പോൾ ഉള്ള ആ ഒരു സമാധാനം ഉണ്ടല്ലോ, അതാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിലൊരു ഓഫർ വന്നിട്ടുണ്ട് നിങ്ങൾക്ക്. പിന്നെ കാണിക്കുന്നത് ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പോൾ നിങ്ങളൊരു ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഓഫർ ആരോ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ പ്ലാനിങ്ങിലാണ്. പ്ലാനിങ് കഴിഞ്ഞു, ഇനി പ്ലാനിങ്ങിൻ്റെ പ്രോഗ്രസ്സിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അപ്പോൾ ഇത് റിലേഷൻഷിപ്പിലാണെങ്കിലും ജോലിയിലാണെങ്കിലും, ജോലി നിങ്ങളൊപ്പം വർക്ക് ചെയ്യുന്ന ആരെങ്കിലും നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ, ആ പേഴ്സൺ നിങ്ങൾക്ക് പണി തരികയാണെങ്കിൽ അതും ഇവിടെ ഒരു ടവർ മൊമെൻ്റ് ആയിട്ട് വരാം. ഇത് എങ്ങനെയാണ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അതെടുക്കുക. പക്ഷെ നിങ്ങൾക്ക് പാര വയ്ക്കുന്ന ആരോ ഒരാളുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ക്വീൻ ഓഫ് കപ്സ്, സ്നേഹിക്കാൻ മാത്രം അറിയുന്ന, ശരിക്കും മറ്റുള്ളവരെ മനസ്സിലാക്കാൻ കഴിയാത്തൊരു എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനാണ്. ഇത് നിങ്ങളാണോ, നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആളാണോ എന്നറിയില്ല. എന്തായാലും ഒരു ഓഫർ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒരു ഫിനാൻഷ്യൽ ഓഫർ, ഒരു അബണ്ടൻസിൻ്റെ ഓഫർ, ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് വരാം. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു ജോലി കിട്ടാനോ വേറൊരു റിലേഷൻഷിപ്പ് വരാനോ ചാൻസ് ഉണ്ട്.
അപ്പോൾ നിങ്ങൾ സ്നേഹിച്ച ആളാണോ നിങ്ങൾക്ക് പാര വെച്ചത്? നിങ്ങൾ കൂടെ ഉണ്ട്, നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവുന്ന നിങ്ങൾ വിശ്വസിച്ച ആൾ അവസാന നിമിഷം കാല് മാറിയിട്ടുണ്ട്, മനസ്സിലായോ? പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു ഓഫർ വരുന്നുണ്ട്. നിങ്ങൾ പക്ഷേ ഇപ്പോൾ ആ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ ടവർ മൊമെൻറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി, മനസ്സിലായി? നിങ്ങൾ ആ ഒരു സങ്കടത്തിലായിരുന്നു, അതിൻ്റെ ആ ടവർ മൊമെൻറ്റ് ഉണ്ടായതിൻ്റെ ആ ഒരു എഫക്റ്റിലാണ് നിങ്ങൾ. പക്ഷേ നിങ്ങൾക്ക് പുതിയൊരു ഓഫർ വരുന്നുണ്ട്. അപ്പോൾ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് സിറ്റുവേഷനിൽ വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഈ ഒരു ക്ലാരിറ്റി വന്നതുകൊണ്ട് ഇവിടെ ഡെസ്പടിച്ച് ഇരിക്കാതെ നിങ്ങൾ ജീവിതവുമായിട്ട് മുമ്പോട്ട് പോകാനാണ് പ്ലാൻ. അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഫ്രീഡം കിട്ടുകയാണ് ചെയ്തത്. ആ പേഴ്സൺ നിങ്ങളെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്യായിരുന്നു, നിങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യായിരുന്നു ആ പേഴ്സൺ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടി, നിങ്ങളത് മനസ്സിലാക്കണം. മനസ്സിലാവുണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതം ഇതുവരെ നരകമായിരുന്നു, ഒരു വേസ്റ്റാണ് നിങ്ങൾ ചെയ്തത് ആ സിറ്റുവേഷന് വേണ്ടിയിട്ട്. കാരണം അത് വേർത്ത് ആയിരുന്നില്ല. നിങ്ങളുടെ സമയമോ സ്നേഹമോ പണമോ ഒന്നും ആ സിറ്റുവേഷന് വേർത്ത് ആയിരുന്നില്ല. അപ്പോൾ അതൊരു വലിയൊരു ടവർ മൊമെൻ്റ് ഉണ്ടായപ്പോൾ നിങ്ങളുടെ ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഫൗണ്ടേഷൻ തകർന്നടിഞ്ഞു. എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല. പിന്നെ ഇപ്പോഴാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ പുതിയൊരു കമ്പനിയിലേക്ക് പോകാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ഓഫർ, പുതിയൊരാളെ നിങ്ങൾ കണ്ടുപിടിക്കുകയാണ്. ചിലപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ടായിരിക്കും, അഭ്യുദയ കാംക്ഷി എന്ന് പറയുന്നത്, അങ്ങനെ ആരെങ്കിലും ആയിരിക്കും. അപ്പോൾ അവർക്ക് നിങ്ങൾ ഒരു പുതിയൊരു റിലേഷൻഷിപ്പ് അവരുമായിട്ട് തുടങ്ങാനുള്ള പ്ലാൻ ആയിരിക്കും. കാരണം അവരാണ് ശരിക്കും നിങ്ങളെ സ്നേഹിച്ചതും നിങ്ങളെ വിശ്വസിച്ചതും. ഈ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആൾ വെറുതെ പാര വയ്ക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ കൂടെ വന്നത്, കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സീക്രട്ട് ആയിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങി. എന്താണ് ആദ്യം നിങ്ങൾക്ക് അറിയില്ലായിരുന്നു, നിങ്ങൾ ഭയങ്കര ശുദ്ധഗതിയുള്ള ഒരാളായിരുന്നു. എന്താണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്? ഒരു ഹാർട്ട് ബ്രേക്കും, പക്ഷെ നിങ്ങൾ ആക്ഷൻ കൊടുക്കണം. പിന്നെ സീക്രട്ട് കാണിക്കുന്നുണ്ടോ? അപ്പോൾ ഇവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ എനിക്ക് വേറൊരു റീഡിംഗ് ആണ് വരുന്നത്. നിങ്ങൾ വെറുതെ നിങ്ങളുടെ കാര്യം നോക്കി നടന്നിരുന്ന ഒരാൾ, അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങൾക്കൊരു ഓഫർ തന്നിട്ട് നിങ്ങൾക്ക് സന്തോഷമൊക്കെ തന്നിട്ട് ഒരാൾ വന്ന് കയറി നിങ്ങളുടെ ലൈഫിൽ, കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് കുറേ പ്ലാനൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ. അതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ. ഇത് 2-3 മെസ്സേജസാണ് എനിക്കിത് കാണുമ്പോൾ വരുന്നത്. പലരാണല്ലോ കാണുന്നത്, ആരുടെ സിറ്റുവേഷൻ എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇവിടെ ഇപ്പോൾ ഇതും കൂടെ കണ്ടപ്പോൾ എനിക്കൊരു സിറ്റുവേഷൻ വരുന്നത്, നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ജീവിച്ചിരുന്ന ഒരാളാണ്. അപ്പോൾ ആരോടും അങ്ങനെ അടുപ്പമൊന്നുമില്ല, നിങ്ങൾ സ്വന്തം കാര്യം നോക്കി കഴിഞ്ഞിരുന്ന ഒരാളാണ്. നിങ്ങളുടെ ലൈഫിലേക്ക് ഒരാൾ വന്നു, നിങ്ങളെ കണ്ടിഷ്ടപ്പെട്ട ഒരാൾ വന്നു, നിങ്ങൾക്ക് ലവ് ഓഫർ തന്നു. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു അയാൾക്കും നിങ്ങളോട് മീൻസ് നിങ്ങൾക്ക് അയാളെ ഇഷ്ടമായി. അപ്പോൾ കാരണം നിങ്ങൾ ക്വീൻ ഓഫ് കപ്സ് ആണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ് ആണ്. അപ്പോൾ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു എനർജിയാണ്. അപ്പോൾ നിങ്ങൾക്കൊരു ഓഫർ വന്നപ്പോൾ നിങ്ങൾ ആ പേഴ്സണെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ആ പേഴ്സൻ്റെ പാസ്റ്റ് എന്താണ്, ആ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. ആ പേഴ്സൺ മാരീഡ് ആണോ, എവിടെ നിന്ന് വന്ന ആളാണ്, എന്താണ് ജീവിതം, ഒന്നും അറിയില്ല നിങ്ങൾ. അപ്പോൾ നിങ്ങൾ ആ പേഴ്സണെ വെച്ചിട്ട് നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ ചെയ്യണം. അതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ. പക്ഷേ ഫ്യൂച്ചറിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ ഒരു ഹാർട്ട് ബ്രേക്കാണ് വരാൻ പോകുന്നത്. കാരണം ഈ പേഴ്സൺ ഓൾറെഡി മാരീഡ് ആണ്, അല്ലെങ്കിൽ ഈ പേഴ്സൺ ലൈഫിൽ ഓൾറെഡി ഒരാളുണ്ട്, കേട്ടോ. അത് പക്ഷേ സീക്രട്ടായിട്ട് വെച്ചേക്കാണ്. അപ്പോൾ ഈ ഓവറോൾ എനർജി നിങ്ങളുടെ ലൈഫിൽ ഈ ടവർ വന്നേക്കുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു റൂമർ കേൾക്കാൻ ഇടവന്നിട്ടുണ്ടാവും ഈ പേഴ്സണ്. പക്ഷെ നിങ്ങൾക്ക് കാര്യം അറിയില്ല, എന്താണ് ശരിയാണോ ഒന്നും അറിയില്ല. പക്ഷേ ഇതിന് ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട് ഫ്യൂച്ചറിൽ. ഈ പേഴ്സണൽ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. തേർഡ് പാർട്ടി എന്ന് നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ തേർഡ് പാർട്ടി. ഈ പേഴ്സൺ ചിലപ്പോൾ ഈ പേഴ്സൻ്റെ വൈഫോ ഹസ്ബൻഡോ ആരോ ഒരാളാണ്, എന്തായാലും കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ്. പക്ഷേ ഈ പേഴ്സൺ ആരോട്, കാരണം ഈ പേഴ്സൺ ദൂരെയുള്ള ആളാണ്. അതുകൊണ്ട് ഈ പേഴ്സൻ്റെ എന്താണ്, മാരീഡ് ആണോ, പേഴ്സൻ്റെ ജീവിതം എങ്ങനെയാണ്, ഈ പേഴ്സൻ്റെ സ്വഭാവം എന്താണെന്നും ആർക്കും അറിയില്ല. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ രണ്ടുപേരും എബ്രോഡ് വർക്ക് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ ഇവിടെ തന്നെ ജോലി എടുക്കുന്ന ഒരുമിച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം, ഒരേ നാട്ടുകാരായിരിക്കാം. അല്ലല്ല, നിങ്ങളുടെ നാട്ടിലേക്ക് വന്ന ആളായിരിക്കാം നിങ്ങൾ, ഒരേ നാട്ടുകാരല്ല. ഈ പേഴ്സൺ പുറത്തുള്ള, അതുകൊണ്ട് ഈ പേഴ്സൺ ആർക്കും അറിയില്ല. മനസ്സിലായി? അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വലിയൊരു ഹാർട്ട് ബ്രേക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം നിങ്ങൾ ഈ പേഴ്സണോട്
ഈ പേഴ്സൻ്റെ ഇൻറ്റൻഷൻ ഒന്നും ചോദിച്ചിട്ടില്ല. ചില സമയത്ത് ഒരാൾ നമ്മൾ ഇഷ്ടമെന്ന് പറയുമ്പോൾ നമ്മളും കയറി ഇഷ്ടപ്പെടും. പക്ഷേ ആ പേഴ്സൻ്റെ ഉദ്ദേശം എന്താണ്? നമ്മളെപ്പോഴും അത് നമുക്ക് നമ്മളെ തന്നെ വിലയില്ലാത്തത് കൊണ്ടാണ്. നമ്മളുടെ ഫ്യൂച്ചർ എന്ന് വെച്ചാൽ നമ്മൾക്കൊരു ഇൻസെക്യൂരിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ക്ലിയർ ആയിട്ട് പറയണം. എൻ്റെ ഉദ്ദേശം എനിക്ക് ഫ്ലേർട്ട് ചെയ്ത് നടക്കാൻ സമയമില്ല. എൻ്റെ ഉദ്ദേശം ഞാൻ ഇഷ്ടപ്പെടുന്ന ആളായിട്ട് വിവാഹം വേണം. അല്ലാതെ വെറുതെ തമാശയ്ക്ക് റിലേഷൻഷിപ്പ് വെക്കാനോ ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്ത റിലേഷൻഷിപ്പിലേക്ക് പോകാനോ എനിക്ക് ആഗ്രഹമില്ല. ഈ കാര്യങ്ങൾ നമ്മൾ റിലേഷൻഷിപ്പ് തുടങ്ങുമ്പോൾ കറക്റ്റായിട്ട് മറ്റേ പറയേണ്ടതാണ്. അത് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത് അത് പറഞ്ഞാൽ ചിലപ്പോൾ ഇയാൾ പോയാൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ അയാൾക്ക് എന്നെ ഇഷ്ടമാണല്ലോ, പിന്നെ നമ്മൾ തന്നെത്താനെ അങ്ങ് വിശ്വസിച്ച് വെക്കും, എന്നെ ഇഷ്ടമാണല്ലോ, അപ്പോൾ എന്തായാലും ഒരു ഫ്യൂച്ചറിൽ എന്തായാലും ഒരു വിവാഹം ഉണ്ടാവും എന്ന് നമ്മൾ വിശ്വസിച്ച് വെക്കണം. അത് പാടില്ല. എല്ലാ കാര്യങ്ങളും പറയേണ്ട സമയത്ത് പറയേണ്ടത് ക്ലിയർ ആയിട്ട് പറഞ്ഞ് ഒരു ആൻസർ കിട്ടിയതിന് ശേഷം മാത്രം റിലേഷൻഷിപ്പിലേക്ക് മുമ്പോട്ട് പോവുക. അല്ലെങ്കിലാണ് ഈ പ്രശ്നങ്ങൾ വരുന്നത്. മനസ്സിലായി? ഇവിടെ ഒരു വലിയൊരു ഹാർട്ട് ബ്രേക്കാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് ആക്ഷൻ ഒന്നും എടുക്കാൻ പറ്റില്ല. ഈ പേഴ്സണോട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേഴ്സൺ റെസ്പോണ്ട് ചെയ്യില്ല. മനസ്സിലായോ? തൊട്ടും തൊടാതെയാണ് അഭിപ്രായം. ഈ പേഴ്സൺ റെസ്റ്റിലാണ്, കണ്ടംപ്ലേഷൻ, ആലോചിക്കുകയാണ് വേണമെന്ന്. നമ്മളൊരാളെ സ്നേഹിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കില്ല. നിങ്ങൾക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടാകുമ്പോഴും ഈ പേഴ്സൺ ആക്ഷൻ ഒന്നും എടുക്കില്ല. ഈ പേഴ്സൺ ആ പേഴ്സൻ്റെ മനസ്സ് തുറക്കുകയുമില്ല. ഒരു ക്ഷമ പോലും നിങ്ങളോട് പറയില്ല. കാരണം ഈ പേഴ്സൺ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പേഴ്സൻ്റെ ലൈഫിൽ ഓൾറെഡി ഒരാളുണ്ട്. അത് കമ്മിറ്റഡ് റിലേഷൻഷിപ്പാണ്. മനസ്സിലായോ? അപ്പോൾ ഇതാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന കാര്യം. ഇനി നമുക്ക് നോക്കാം ഇത് എന്താണ് നിങ്ങൾക്കുള്ള ഗൈഡൻസ്. അപ്പോൾ റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ നമ്മുടെ ഹൃദയം, നമ്മുടെ സമയം, നമ്മളുടെ സ്നേഹം ഇതൊക്കെ വേസ്റ്റ് ചെയ്യാനുള്ള കാര്യമല്ല. വഴിയെ പോകുന്നവർക്ക് കൊടുക്കാനുള്ള കാര്യമല്ല. നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വെക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് കൊടുക്കുക. ഇതാണ് പ്ലഷർ സീക്കേഴ്സ് വന്നത്. കണ്ടോ? ഇപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം, ഈ പേഴ്സൺ പെണ്ണായാലും ആണായാലും ഉദ്ദേശം വെറുതെ സമയം പോക്കുക. ചിലപ്പോൾ ദൂരെ നിന്ന് വരുന്നവർക്ക് ഇവിടെ ഒരു കമ്പനി വേണമെന്ന് പറയുമ്പോൾ ആരുടെയെങ്കിലും പുറകെ പോകുന്നതാണ് സിറ്റുവേഷൻ. അല്ലാതെ വിവാഹം കഴിക്കാനോ കമ്മിറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ള സിറ്റുവേഷൻ അല്ല ഇത്. കേട്ടോ? ഗൈഡൻസ് നമുക്ക് നോക്കുമ്പോൾ കുറേ കാർഡ്സ് വന്നിട്ടുണ്ട്. ഞാൻ എടുക്കുകയാണ് അതെല്ലാം. എന്താണ് റെഡ് സെലക്ട് ചെയ്തവർക്കുള്ള ഗൈഡൻസ്? അപ്പോൾ നിങ്ങളിപ്പോൾ ഈ ഓവറോൾ എനർജി നിങ്ങളുടെ ടവറാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ഇമോഷണലി കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്നത്. അത് നിങ്ങൾ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഇനി എങ്ങനെ രക്ഷപ്പെടാൻ ഇതിന്ന് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. ഈ പേഴ്സൺ ആയിട്ടുള്ള നിങ്ങളുടെ സിറ്റുവേഷൻ മാറും. കേട്ടോ? അപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ തന്നെയുള്ള വേറെ ആരോ ഒരാളായിട്ട് നിങ്ങളിൽ റിലേഷൻ വരാൻ ചാൻസ് ഉണ്ട്. അത് എത്രയും പെട്ടെന്ന് ഉണ്ടാവുകയും ചെയ്യും. നൈറ്റ് ഓഫ് സ്വേർഡ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ ലൈഫ് തിരിച്ചു പിടിക്കുക. നിങ്ങൾക്ക് പറ്റുമത്. നമ്മൾ വിചാരിക്കുക അയ്യോ ആ പേഴ്സൺ പോയില്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യുമാണ്. അതല്ല, നിങ്ങൾക്ക് ഫ്യൂച്ചർ ഉണ്ട്. ആ ഫ്യൂച്ചർ മറന്നിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ആളുകളുടെ പുറകെ പോകുന്നത്. അവർ പോയാലും അവരുടെ പോകുന്ന വഴിക്ക് നമ്മൾ പോകും. നമ്മൾ വിശ്വസിപ്പിക്കാൻ നമ്മളെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ഇതില്ല, ഇയാൾക്ക് എന്നെ സ്നേഹമാണ്, പക്ഷെ എന്തോ ഒരു കാര്യം കൊണ്ടാണ്. എന്തോ ഒരു കാര്യം എന്താണ്? തേർഡ് പാർട്ടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇയാൾ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോൾ കമ്മിറ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയ്യോ ഇഷ്ടമാണ് ആ ഒരു വേർഡ് മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. അയാൾ എന്തുകൊണ്ടാണ് കമ്മിറ്റ് ചെയ്യാത്തതെന്ന് അയാളോട് പറയുന്നില്ല. നമ്മൾ ശാഠ്യം പിടിക്കുന്നില്ല. അതെന്തുകൊണ്ടാണെന്നല്ല. അതുപോലെ നമ്മൾക്ക് തമ്മിൽ അതറിയുന്നത് വരെ നമ്മൾക്ക് തമ്മിൽ റിലേഷൻഷിപ്പ് വേണ്ടാന്ന് പറയാനുള്ള ധൈര്യം നമുക്കില്ല. കാരണം അപ്പോഴേക്കും ആ പേഴ്സൺ വേറെ ആരെങ്കിലും പുറകെ പോയാലോ എന്ന് പേടി. പക്ഷേ അങ്ങനെ തുമ്മിയാ തെറിക്കുന്ന മൂക്കാണെങ്കിൽ അതങ്ങ് പോട്ടേന്ന് വെക്കുകയല്ലേ വേണ്ടത്. എപ്പോഴാണെങ്കിലും അത് പോകും. നമുക്കുള്ളത് വിധിച്ചിട്ടുള്ള അല്ല. നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ നമുക്ക് വരും. എന്തിനാ വെറുതെ നാളെ പോകുന്ന സാധനത്തിൻ്റെ പുറകെ നമ്മൾ കിടന്ന് ഓടുന്നത്? അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വിവാഹം വരുന്നുണ്ട്. കേട്ടോ? ഒരു വലിയ പണമുള്ള ഒരാളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത്. ആ പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഈ നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പേഴ്സൺ കാണുന്നുണ്ട്, നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പക്ഷേ പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾ സംസാരിക്കുമെങ്കിൽ ഈ പേഴ്സണെ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും. മനസ്സിലാവുണ്ടോ? അപ്പോൾ നല്ല പൊസിഷനിലുള്ള ഒരാളാണ്, നല്ലോണം പണമുള്ള ഒരാളാണ്, നല്ല സ്വഭാവമുള്ള ഒരാളാണ്. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ പക്ഷെ ഒരു ചക്രവർത്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ വിവാഹം കഴിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുക. എന്നിട്ട് റിലേഷൻഷിപ്പിലേക്ക് പോവുക. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട്. പക്ഷെ നിങ്ങളോട് സ്നേഹമാണെന്ന് പറയാൻ ഈ പേഴ്സണ് ധൈര്യമില്ല. അതാണ്. അപ്പോൾ ഇതെന്തിലെങ്കിലും ഡെവലപ്പ് ചെയ്ത് പോകാനായിട്ട് ചാൻസ് ഉണ്ടോ എന്ന് നമുക്ക് ഫ്യൂച്ചറിൽ നോക്കുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് ഈ തൽക്കാലം നിങ്ങൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, മനസ്സിലായോ, നിങ്ങൾ സ്ട്രോങ് ആവുക എന്നാണ് പറയുന്നത്. നിങ്ങൾ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ സ്ട്രോങ് ആക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും മുമ്പോട്ട് പഠിക്കാനുണ്ടെങ്കിൽ അതിന് പോവുക. ഈ പേഴ്സൺ നിങ്ങളെ കൺട്രോൾ ചെയ്യാനുള്ള അവസരം കൊടുക്കരുത്. എന്ത് സിറ്റുവേഷനാണ്. കാരണം ഉദ്ദേശം
നല്ലതല്ല, അത് മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു വിവാഹ ജീവിതം ഉണ്ടെന്ന് 4 of Wands, അത് വേറൊരാളായിട്ടാണ്, നല്ലൊരു ജീവിതമുണ്ട്. അപ്പോൾ ഇത് വിട്ട് കളയുക കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളുടെ അച്ഛനുമാവാം, ഫാദർ ഫിഗറാണ് ശരിക്കും പറഞ്ഞാൽ ചക്രവർത്തി. അപ്പോൾ നിങ്ങളുടെ മറ്റുള്ളവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട്, അവർ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അറിയുന്നുണ്ട് എന്ന ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും വേണം. അപ്പോൾ നിങ്ങളുടെ വിവാഹ കാര്യമൊക്കെ ആരൊക്കെയോ ആലോചിച്ച് വെച്ചിട്ടുണ്ട്, അതായിട്ട് മുമ്പോട്ട് പോവുക. അല്ലാതെ ഇവിടെ ഈ പേഴ്സൻ്റെ പുറകെ നടന്ന് ഈ പേഴ്സൺ അങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടോ ഓബ്സസീവായിട്ട് ചിന്തിച്ച് സ്വന്തം ജീവിതം കുളമാക്കരുത്. ഇതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇതാണ് കാർഡ് കാണിക്കുന്നതും. ഏരീസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, നല്ലൊരു ജീവിതം വരുന്നുണ്ട് നിങ്ങൾക്ക് കേട്ടോ. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപിയോ, നല്ലൊരു ഫ്യൂച്ചർ വരുന്നുണ്ട്. നിങ്ങളുടെ ഭാവി വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ലിയോ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ക്യാൻസർ, സ്കോർപിയോ. അത്രയുമാണ് സോഡിയാക് സൈൻസ് ഇവിടെ കണ്ടത്. അപ്പോൾ ഇമോഷണൽ കൺട്രോൾ വെക്കുക കേട്ടോ. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ, ഇനി ഫൈനൽ റീഡിങ്ങിലേക്ക് പോവാണ്. ബ്രൗൺ സെലക്ട് ചെയ്തവർക്കുള്ള ഓറക്കിൾ മെസ്സേജ് എന്താണ്? ഓറക്കിൾ എന്ന് പറയുമ്പോൾ ഓവറോൾ എന്നാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അതാണ് ഞാൻ പെട്ടെന്ന് നിൽക്കുന്നത്. 2 മിനിറ്റ് 1 സെക്കൻഡ് നിന്നിട്ട് ബാക്കി പറയുന്നത്. അപ്പോൾ ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജാണിത്. ബ്രൗൺ സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള ഓറക്കിൾ മെസ്സേജ് കാർഡ് തിരിഞ്ഞുണ്ട്. ബ്ലെസ്സിങ്സ് ഓഫ് ശിവ, ഗുഡ് ഫോർച്യൂൺ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു സമയം വരുന്നുണ്ട്. Illuminate your path. You are regarded as a cherished child of the divine deity, bestowed with his divine grace. ദൈവാനുഗ്രഹമുള്ള ഒരാളാണ് നിങ്ങൾ. ആരാണോ ബ്രൗൺ സെലക്ട് ചെയ്തേക്കുന്നത് പ്രാവശ്യം, അവർക്കെല്ലാം ദൈവാനുഗ്രഹം നല്ലോണമുണ്ട്. നല്ലതേ വരുള്ളൂ എന്നാണ് ദൈവം പറയുന്നത് കേട്ടോ. നല്ലതേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് നോക്കാം. ഈ ഒരു ജിപ്സി ഓറക്കിൾ മെസ്സേജ് നോക്കാം. ഇതിനകത്തും ചിലപ്പോൾ ഫോർച്യൂൺ ആയിരിക്കും, ഗുഡ് ഫോർച്യൂൺ ആയിരിക്കും കാണിക്കാൻ പോകുന്നത്, അറിയില്ല, നോക്കാം. എന്തായാലും പ്രശ്നങ്ങളുണ്ടെങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടെന്ന് വിശ്വസിക്കുക. അപ്പോൾ അതിനെല്ലാം സൊല്യൂഷൻ നമുക്ക് കാണാൻ പറ്റും. ദൈവം കാണിച്ചു തരും. ദൈവത്തിൽ വിശ്വസിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണോ വിശ്വസിക്കുന്നത് അത് വിശ്വസിക്കുക. വിശ്വാസം അതല്ലേ എല്ലാം, സത്യമാണത്. കണ്ടോ, ഞാൻ പറഞ്ഞല്ലേ, ഞാൻ ഉദ്ദേശിച്ച് പറഞ്ഞല്ലോ. പക്ഷെ എന്നാലും ഫോർച്യൂൺ വന്നേക്കുന്നുണ്ടാവും. ഈ ഗുഡ് ഫോർച്യൂണോട് വന്നില്ലേ, അത് തന്നെ ഫോർച്യൂൺ എന്ന് പറഞ്ഞത്. കണ്ടോ, ഫോർച്യൂൺ. അപ്പം നല്ല സമയം വരുന്നുണ്ട് നിങ്ങൾക്ക്. പക്ഷേ നല്ല സമയം വരുമ്പോൾ നമ്മുടെ കൂടെ എനിമീസും ശത്രുക്കളും ഉണ്ടാവും. പക്ഷേ ശത്രുക്കൾ ഉണ്ടെങ്കിലും അവർക്കൊന്നും നമ്മളെ നല്ല സമയത്ത് ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ദൈവാനുഗ്രഹമുണ്ട്, പിന്നെ നമ്മളുടെ നല്ല സമയമാണ്. അപ്പോൾ വഴിയിൽ വരുന്ന പ്രശ്നങ്ങളെല്ലാം വഴിതെറ്റിപ്പോകും, വഴി മാറിപ്പോകും. അങ്ങനെയാണ് ഭഗവാനെ. അപ്പോൾ നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഇപ്പോഴത്തെ ഓവറോൾ എനർജി എന്താണ്? നിങ്ങളുടെ ഓവറോൾ എനർജി എന്താണ്? മറിയുന്ന പോലെ കണ്ടിട്ട് താഴത്തേക്ക് പോവുകയാണ് ചെയ്തത്. കിങ് ഓഫ് കപ്സ് റിവേഴ്സാണ്. നിങ്ങൾ ഒരു ഇമോഷണൽ പ്രശ്നത്തിലാണ്. എന്തോ ഒരു ഇത് എന്താ പറയുക, ഇതൊരു ക്യാൻസർ, പൈസസ്, സ്കോർപിയോ സോഡിയാക് സൈനാണ്. ഭയങ്കരമായിട്ട് ഇമോഷണലി നിങ്ങളാരോ മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഭയങ്കര മൂഡി ആയിട്ടിരിക്കുകയാണ്. എന്തൊക്കെയോ പ്രശ്നമുണ്ടായിട്ട് നിങ്ങൾ
പക്ഷെ നിങ്ങളുടെ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ പുറത്ത് കാണിക്കുന്നില്ല, ആരോടും പറയുന്നില്ല. അപ്പോൾ നിങ്ങളിപ്പോൾ ഭയങ്കര ഇമോഷണലായ വളരെ വോമായ ആളാണ്, പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഭയങ്കര കോൾഡാണ്, മറ്റുള്ളവരിൽ നിന്ന് അകന്നാണ് നിൽക്കുന്നത്. എന്തോ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക്. ചില സമയത്ത് നമ്മൾ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മളുടെ കാര്യങ്ങൾ നടക്കാതാവുമ്പോൾ നമുക്ക് ദൈവത്തിനോട് ദേഷ്യം വരും, അല്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ദേഷ്യം വരും. കാരണം നമ്മളുടെ കഴിവില്ലായ്മ നമ്മൾ ആരുടെയെങ്കിലും മുഖത്ത് വെക്കണമല്ലോ. നമ്മളുടെ തെറ്റുകൊണ്ട് എന്നോടൊരു ഫ്രണ്ട് പറഞ്ഞു, അവൻ്റെ അച്ഛൻ മരിക്കാറായപ്പോൾ അവൻ പ്രാർത്ഥിച്ചു, അച്ഛനൊന്നും വരില്ലേ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ പക്ഷെ അച്ഛൻ മരിച്ചുപോയി. അത്ര സീരിയസ് ആയിരുന്നു ആ പേഴ്സൺ, മരിച്ചുപോയി. അപ്പോൾ അതുകൊണ്ട് ആ ദൈവത്തിൽ അവന് വിശ്വാസമില്ലെന്ന് പറഞ്ഞു എന്നോട്. പക്ഷെ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് അവൻ്റെ പ്രാർത്ഥനയിൽ ഉള്ള ആ ഒരു, ചിലപ്പോൾ അവൻ്റെ വിശ്വാസത്തോടെ ആയിരിക്കില്ല പ്രാർത്ഥിച്ചത്, ചിലപ്പോൾ ആ സമയമായിരിക്കും പ്രാർത്ഥിച്ചത്, അതുവരെ പ്രാർത്ഥിച്ചില്ല. ആ നിമിഷം പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇത് നമ്മളുടെ വീട്ടുകാരെ അല്ലെങ്കിൽ നമ്മളുടെ സ്നേഹിക്കുന്നവരെ ദൈവം എപ്പോഴും സഹായിക്കണം. നമ്മൾ നേരത്തെ തുടങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കാരണം പല വർഷങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമാണ് നമുക്കിപ്പോൾ കിട്ടുന്നത്. ഇന്ന് പ്രാർത്ഥിച്ച് നാളെ കിട്ടണം എന്നില്ല. പക്ഷേ നമ്മൾ ദൈവത്തിനോടൊരു കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിച്ചാൽ ഈ നിമിഷം കിട്ടും, അതാണ്. പക്ഷേ ആ ഒരു കണക്ഷൻ നമ്മൾ ദൈവത്തിനോട് വെക്കാനായിട്ട് കുറേ നാളെടുക്കും. അത്രയും നാളും ദൈവത്തിനെ നോക്കാതിരുന്നിട്ട് പെട്ടെന്ന് ഒരാൾ, അപ്പോൾ ദൈവത്തിനും മനുഷ്യനാണെങ്കിലും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ അവൻ അങ്ങനെ ഒരു ഇത് ചെയ്തു. പക്ഷേ അതേസമയം എൻ്റെ അനുഭവം എന്ന് വെച്ചാൽ ശിവഭഗവാനോടാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ ഡാഡിക്ക് വയ്യായിരുന്നു, ഹാർട്ടിൻ്റെ അസുഖം വന്നിട്ട് ഞാൻ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. ഡാഡിക്ക് എന്തോ എനിക്ക് ഭയങ്കര മനസ്സിന് ഭയങ്കര പ്രശ്നം തോന്നിയിട്ട് ഞാൻ ഉറങ്ങാണ്ടിരുന്നു. അന്ന് രാത്രി മുഴുവൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചു ദൈവത്തിനോട്, മനസ്സുരുകിയ പ്രാർത്ഥിച്ചത്. നേരം വെളുത്ത് ഞാൻ വീട്ടിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഡാഡിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഡാഡി ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയപ്പോൾ ഡാഡിക്ക് ഭയങ്കര സിവിയർ ആയിട്ടുള്ളൊരു ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് അത് മാറിപ്പോയി എന്ന് പറഞ്ഞു. എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ കുളിര് വരും, മനസ്സിലായോ? അതാണ് ദൈവം. അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന എങ്ങനെ ഇരിക്കും, എത്ര നമ്മൾ ഡെഡിക്കേറ്റഡ് ആണ് അതിൽ, അതുപോലെ നമ്മൾ എത്ര സീരിയസ് ആണ് ആ പ്രാർത്ഥനയിൽ, നമ്മൾക്ക് എത്ര ഇമ്പോർട്ടൻ്റ് ആണ് ആ ആൾ, അതനുസരിച്ചിരിക്കും നമ്മുടെ പ്രാർത്ഥന. അപ്പം നമ്മൾ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. വിശ്വാസം, ഇത് നടക്കും എന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക, കാര്യം നടക്കും, കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇവിടെ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഇപ്പോൾ മൂടിയായിട്ട് ഇരിക്കുകയാണ്, എന്തോ ഒരു കാര്യം നടന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ആരോടോ വൈരാഗ്യമുണ്ട്, ഇപ്പോൾ ഭയങ്കരമായിട്ടുള്ള വൈരാഗ്യമുണ്ട്. പക്ഷെ നിങ്ങളുടെ നാച്ചുറലായ ഒരു ക്യാരക്ടറുണ്ട്, അത് കാരണം നിങ്ങൾ റിയാക്ട് ചെയ്യാതിരിക്കുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ശരിക്കും നിങ്ങളുടെ ഉള്ളിൽ പ്രതികാരം ചെയ്യണം തന്നെയാണ്, പക്ഷെ നിങ്ങളത് കൺട്രോൾ ചെയ്ത് വെച്ചേക്കാണ്. കാരണം നിങ്ങളുടെ നേച്ചറിൽ പ്രതികാരമില്ല. ഈ ദേഷ്യം വന്നിട്ട് ഉള്ളിൽ ഇങ്ങനെ എന്താ പറയുക ഉരുകിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് നിങ്ങൾ. അതേസമയം നിങ്ങൾക്ക് റീകൺസീലിയേഷൻ വേണം എന്നുണ്ട്, പക്ഷേ ഒരു പ്ലെയർ എനർജി. അപ്പം നിങ്ങളുടെ ജീവിതത്തിൽ വന്ന ആൾ ഒരു പ്ലെയർ എനർജിയാണ്, ഉഴപ്പായിരുന്നു, മനസ്സിലായോ? അങ്ങനെയാണ് ആ പേഴ്സൺ നിങ്ങൾ എന്താ പറയുക ചതിക്കുക എന്തോ ചെയ്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മൂഡിലിരിക്കുന്നത്, ഓവറോൾ എനർജി. പക്ഷെ നിങ്ങൾ റീകൺസീലിയേഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, അത് എത്രയും പെട്ടെന്ന് വേണം. ഇത്രയും നിങ്ങൾ ഉപദ്രവിച്ച് ഇത്രയും വേദനിപ്പിച്ച ആളുമായിട്ട് നിങ്ങൾക്ക് റീകൺസീലിയേഷൻ എന്തിനാണ്? അതാണ് ഇവിടുത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണ്? ദൈവം ഓരോ കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ നിന്ന് മാറ്റി. 3 ഓഫ് സ്വേർഡ്സ് കണ്ടോ? ലാസ്റ്റ് കാർഡ് 3 ഓഫ് സ്വേർഡ്സ് വരുന്നു. നമ്മൾ ലൈഫിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് പിന്നെയും ചെന്ന് കയറുന്നത് എന്തിനാണ്? എനിക്കത് മനസ്സിലാവാറില്ല. ആൾക്കാർ എന്തുകൊണ്ടാണ് പിന്നെ ആവുന്നു 3 ഓഫ് സ്വേർഡ്സ്. അപ്പോൾ നിങ്ങളൊരു ഹാർട്ട് ബ്രേക്കിലാണ്. ഇപ്പോൾ നിങ്ങൾ ആരോ ചതിച്ചു, വഞ്ചിച്ചു, ഒരു ഡെവിൾ എനർജി ആയിരുന്നത്. നിങ്ങൾ ഒട്ടും ഹാപ്പി അല്ല. നിങ്ങളുടെ ഫ്രണ്ടാണെന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണോ, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന ഒരാളാണോ നിങ്ങളെ ചതിച്ചത്? കാരണം അവിടെ 3 ഓഫ് കപ്സ് റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഡെവിളുണ്ട്, 10 ഓഫ് സ്വേർഡ്സ് ഉണ്ട്. എല്ലാം നെഗറ്റീവ് കാർഡ്സ്. അപ്പോൾ അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഓറക്കിൾ കാർഡ്. കാരണം നിങ്ങൾ വളരെ ഡെസ്പറേറ്റ് ആണ്, വല്ലാത്തൊരു സിറ്റുവേഷനിലിരിക്കുകയാണ്. ആൾക്കാർ പറയില്ല എനിക്ക് ജീവിക്കണ്ട, ആ ഒരു ചിന്തയിലേക്കാണ് നിങ്ങൾ പോകുന്നത്. അതിലേക്ക് പോകരുത്. കാരണം നാളെ നിങ്ങൾക്ക് നല്ലത് വരും, നല്ലൊരു ഗുഡ് ഫോർച്യൂൺ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇത് ലോട്ടറിക്കാർ പറയുന്ന പോലെയുള്ള കാര്യമല്ല, ഇത് ദൈവം പറയുന്ന കാര്യമാണ്, കേട്ടോ. അപ്പോൾ നമ്മളെ യൂണിവേഴ്സ് നിങ്ങൾക്കൊരു മെസ്സേജ് തരികയാണ്, നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ടെന്ന്, കേട്ടോ. അപ്പോൾ നല്ല സമയത്ത് ഈ കാര്യങ്ങൾ നിങ്ങളെ ബാധിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ലോട്ടറി അടിക്കാൻ ചാൻസ് ഉണ്ടാവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക്
നല്ല ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണ്ടെന്നാണ് ഓറക്കിൾ മെസ്സേജ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ വളരെ ആത്മാർത്ഥമായിട്ട് ഫ്രണ്ടായിട്ട് വിശ്വസിച്ചിരുന്ന ഒരാളാണ് നിങ്ങൾക്ക് പണി തന്നത്. ഒരു ചെകുത്താനായിരുന്നു അത്. പക്ഷേ ഈ ചെന്നായ ആട്ടിൻതോലിട്ട് നടക്കുന്ന ചെന്നായകളില്ലേ, അതുപോലെ. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ റിലേഷൻഷിപ്പിന് വേണ്ടി അഡ്വൈസ് ചെയ്തിരുന്നത് ഈ പേഴ്സൺ ആയിരിക്കാം. ഈ പേഴ്സണ് ചിലപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ആളെ വേണമെന്നുണ്ടായിരുന്നിരിക്കാം. മനസ്സിലായോ? പക്ഷേ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചിലപ്പോൾ നിങ്ങൾക്ക് പാര വെച്ചിട്ടുണ്ടാകും. നിങ്ങളുടെ ഫ്രണ്ടും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ പുറകിൽ നിന്ന് കുത്തുകയാണ് ചെയ്തത്. പക്ഷേ ഈ സിറ്റുവേഷൻ ഒരു അവസാനം വരുന്നുണ്ട് കേട്ടോ. അതാണ് 10 of Swords. വളരെ പെയിൻഫുള്ളായൊരു അവസാനമാണ്. നിങ്ങൾ ഭയങ്കര ഹാർട്ട് ബ്രോക്കൺ ആണ്. കാരണം വിശ്വാസവഞ്ചന, പിന്നെ സ്നേഹിച്ച ആളെ നഷ്ടപ്പെടുക. പക്ഷെ എന്നാലും നിങ്ങൾ റീകൺസിലിയേഷൻ ആഗ്രഹിക്കും. നിങ്ങൾക്ക് ഇയാളുടെ സ്വഭാവം നേരത്തെ അറിയുന്നതാണ്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും എന്നോട് അങ്ങനെ ചെയ്യില്ല എന്ന്. മനസ്സിലായോ? പക്ഷെ നിങ്ങളോട് അവർ ചെയ്തു. അതും വളരെ ക്രൂരമായിട്ട്. നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ നിന്നിട്ടാണ് നിങ്ങളെ ചതിച്ചത്. അപ്പോൾ ഫ്രണ്ട് നഷ്ടപ്പെട്ടു, ഇപ്പോൾ സ്നേഹിച്ച ആൾ നഷ്ടപ്പെട്ടു. അത് ഭയങ്കര സങ്കടം. നിങ്ങൾക്ക് വൈരാഗ്യം വന്നില്ലെങ്കിലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിലേക്ക് ആരാണ് വരുന്നത്? ഇനി നിങ്ങളുടെ ലൈഫിലേക്ക് ആരാണ് വരുന്നത്? ഒരു അവസാനമാണ് വരുന്നത്. 10 of Pentacles വരുന്നുണ്ട്. നിങ്ങൾ മാരീഡ് ആയിരുന്നു ഈ പേഴ്സണായിട്ട്? ഇവിടെ ഒരു 10 of Pentacles പറഞ്ഞാൽ ഫാമിലിയാണ്. എല്ലാം തികഞ്ഞ ഒരു ഫാമിലി. പക്ഷെ അതിൻ്റെ ഒരു അവസാനം ആണ് വരുന്നത്. നിങ്ങൾക്കിവിടെ ഭയങ്കര ഒരു ഫ്യൂച്ചർ. പക്ഷേ ഇവിടെ ഞാനൊന്ന് ക്ലാരിഫൈ ആയിട്ട് ഞാനിവിടെ ഇപ്പോൾ ഒന്നും പറയുന്നില്ല. ക്ലാരിഫൈ, നിങ്ങൾ ഓവർ തിങ്കിങ് ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. നിങ്ങൾ ട്രാപ്പ് ചെയ്ത പോലെ. ഇവിടെയും ഹാർട്ട് ബ്രേക്ക് വരുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ ഹാർട്ട് ബ്രേക്കിന് ഒരു അവസാനം വരുമെന്നാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഈ മനസ്സിൻ്റെ സങ്കടം മാറുമെന്നാണ് പറയുന്നത്. ഇവിടെ 7 of Wands റിവേഴ്സ് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഡിഫെൻസ് ചെയ്ത് ഈ ഒരു സിറ്റുവേഷനിൽ പിടിച്ചു നിൽക്കാനും ഇവിടെ ഒരു റീകൺസിലിയേഷന് പോസിബിൾ. ഇത്രയും നിങ്ങൾ ദ്രോഹിച്ചിട്ടും നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ പേഴ്സൻ്റെ പുറകെ പോകുന്നത്? അതാണ് നിങ്ങളുടെ ഇതിൽ കാണിക്കുന്നത്. ഒരു എൻഡ് വരുന്നുണ്ട്. ഈ ഹാർട്ട് ബ്രേക്കിന് ഒരു അവസാനം വരുന്നുണ്ട്. അത് ഈ പേഴ്സൺ തിരിച്ചു വരുന്നത് കൊണ്ടല്ല. ഇവിടെ 10 of നിങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഫാമിലി നിങ്ങളുടെ കൂടെ നിൽക്കും. കിങ് ഓഫ് വോൺസ് ആണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളുടെ ചേട്ടനോ നിങ്ങളുടെ അച്ഛനോ ആരൊക്കെ നിങ്ങളുടെ കൂടെ നിൽക്കും. മക്കൾ ഉണ്ടെങ്കിൽ അവരെല്ലാം നിങ്ങളുടെ കൂടെ നിൽക്കും. നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ് തുടങ്ങാൻ പറ്റും. ആ പേഴ്സൺ ഇല്ലാതെ. ആ പേഴ്സൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇപ്പോൾ ഇല്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അല്ലാത്ത ഫ്രണ്ട്സൊക്കെ നിങ്ങളെ സപ്പോർട്ട്, നിങ്ങളുടെ ഫാമിലിയുടെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് വരും. അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗുഡ് ഫോർച്യൂൺ വരുന്നുണ്ട്. അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന കുറേ ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. ചിലപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അറിയുന്നത് കൊണ്ട് നിങ്ങളോട് അവർ പറഞ്ഞിട്ടുണ്ടാവും ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും നിങ്ങളുടെ പേഴ്സണെയും വിശ്വാസം ഉണ്ടായതുകൊണ്ട് അവർ പറഞ്ഞതൊന്നും നിങ്ങൾ കേട്ടില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഈ റീകൺസിലിയേഷൻ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോയ നിങ്ങളുടെ ഫ്രണ്ട്സിൽ നിന്നായിരിക്കാം ഈ റീകൺസിലിയേഷൻ. കാരണം അവർ പറഞ്ഞ പോലെ തന്നെയായി കാര്യം. അവർ പറഞ്ഞ കാര്യങ്ങളാണ് അവർ കണ്ടു, അവർക്ക് മനസ്സിലായി. നിങ്ങൾ കണ്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലായില്ല കാര്യങ്ങൾ. അപ്പോൾ കാരണം നിങ്ങൾ ചീത്ത ഇതിൽ കൂടെ അല്ല നിങ്ങളുടെ ഫ്രണ്ടിനെയോ നിങ്ങളുടെ പേഴ്സണെയോ നോക്കിയത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് കാര്യങ്ങൾ നേരത്തെ മനസ്സിലാവാതിരുന്നത്. പക്ഷെ കാര്യം നടന്നു കഴിഞ്ഞപ്പോൾ അവർ നിങ്ങളെ ചതിച്ചത് നിങ്ങൾ കണ്ടുപിടിക്കാൻ ദൈവമായിട്ട് നിങ്ങളെ കാണിച്ചു തന്നപ്പോൾ നിങ്ങളുടെ താവളത്തിൽ തന്നെയാണ് നിങ്ങളുടെ ശത്രു എന്ന് നിങ്ങൾക്ക് മനസ്സിലായപ്പോൾ നിങ്ങളിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെ എല്ലാം തിരിച്ചു വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഈ സിറ്റുവേഷൻ, അപ്പോൾ ഞാനിവിടെ വിചാരിച്ചു നിങ്ങൾ ആ പേഴ്സൺ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു. ആ പേഴ്സൺ അല്ല, നിങ്ങളുടെ നിന്ന് ഒഴിഞ്ഞു പോയ ഫ്രണ്ട്സിനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അവരുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണ് മുമ്പോട്ട് പോകുമ്പോൾ. അപ്പോൾ അവരെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. നിങ്ങൾ ഈ ഒരു പക്ഷേ കുറച്ച് സമയം എടുക്കും. കാരണം നിങ്ങൾ അവരോട് വിളിച്ച് സംസാരിക്കേണ്ടി വരും ആൾക്കാരോട്. ചിലപ്പോൾ നിങ്ങൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവും നിങ്ങളുടെ ഫ്രണ്ട്സിനോട്, അല്ലേ? അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർ അകന്ന് പോയത്. എൻ്റെ സന്തോഷം നിങ്ങൾക്കൊന്നും സഹിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് അസൂയ ആയതുകൊണ്ടാണ് നിങ്ങൾ എൻ്റെ പേഴ്സണെയും നമ്മളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെയും കുറ്റം പറയുന്നതെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ആ ഒരു വിഷമത്തിലാണ് അവർ ഇത് കണ്ടു നിൽക്കാനുള്ള മനസ്സതില്ലാതുകൊണ്ടായിരിക്കും നിങ്ങളെ ഒഴിഞ്ഞു പോയത്.
അവർ. കാരണം അവർക്കറിയാം എന്താണ് വരാൻ പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ല. പക്ഷേ ഇത് അനുഭവിച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം തിരിച്ചു വിളിക്കും. അവരെല്ലാം പയ്യെ പയ്യെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും കേട്ടോ. അതാണ് ഉണ്ടാവാൻ പോകുന്നത്. പക്ഷേ ഈ പേഴ്സണെ നിങ്ങൾ വേണ്ടാന്ന് വെക്കും കംപ്ലീറ്റ് ആയിട്ട്. നിങ്ങൾ അതിൽ നിന്ന് റിക്കവർ ചെയ്യുമെന്നാണ് പറയുന്നത്. അതിനൊരു അവസാനം വരും കേട്ടോ. അപ്പോൾ അതാണ് ഫ്യൂച്ചറിൽ വരാൻ പോകുന്നത്. ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്? ചിലപ്പോൾ ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുതെന്നായിരിക്കും. മിന്നുന്നതെല്ലാം പൊന്നല്ലാന്ന് തോന്നും. പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 6 ഓഫ് കപ്സ്, വേൾഡ് കാർഡും പിന്നെ ജസ്റ്റിസ്. ഓക്കെ, നിങ്ങൾക്കുള്ള ജസ്റ്റിസ് അവർ ചെയ്തതിൻ്റെ കർമ്മഫലം അവരനുഭവിക്കുമെന്നാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾക്ക് ന്യായം ലഭിക്കും. നിങ്ങൾക്ക് ന്യായം ലഭിക്കും എന്ന് പറയുമ്പോൾ അവർ നിങ്ങളായിട്ട് പ്രതികാരം ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നില്ല. പക്ഷെ ദൈവം ചെയ്യുന്ന എപ്പോഴും നമ്മളോട് പറയും നിങ്ങൾ ചെയ്യരുത് പ്രതികാരം എന്ന്. കാരണം ദൈവം ചെയ്യുന്ന പ്രതികാരം നമ്മൾ വിചാരിക്കുന്ന പോലെ ആയിരിക്കില്ല. മനസ്സിലായി? നമ്മൾ ചെയ്യുന്നതിനൊരു പരിധിയുണ്ട്. അപ്പോൾ നമ്മളോട് തെറ്റിയുന്നവർ നമ്മൾ വിട്ടുകളയും. അതുകൊണ്ടാണ് നമ്മളോട് തെറ്റിയുന്നവരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളോട് തെറ്റി നമ്മൾ ക്ഷമിക്കുമ്പോൾ അത് അവർ ചെയ്ത തെറ്റ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ദൈവമാണ് അവർക്ക് വേണ്ട ശിക്ഷ കൊടുക്കുക. നമ്മൾ ചെയ്യണ്ട. കാരണം ആ ഭാരം കൂടെ നമ്മളുടെ മുതുകത്ത് വരും. അതുകൊണ്ടാണ്. അതുപോലെ തന്നെ പണ്ടത്തെ പോലെ വാളെടുത്തവൻ വാളാൽ എന്നൊക്കെ പറയില്ല. എന്ന് വെച്ചാൽ ഒരു ജീവൻ നമ്മൾക്ക് ജീവൻ കൊടുക്കാൻ പറ്റില്ല. നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെ നമുക്ക് നമ്മൾ എടുക്കാൻ പാടുള്ളൂ. എന്ത് ജീവിയാണെങ്കിലും നമ്മൾ കൊല്ലാൻ പാടില്ല. അത് നമുക്ക് ശാപമാണത്. അത് നമ്മളുടെ കുടുംബ പരമ്പരകളായിട്ട് കർമ്മഫലങ്ങൾ അനുഭവിക്കും. അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനിയും അനുഭവിക്കും. അപ്പോൾ നമ്മൾക്ക് ക്ഷമിക്കാൻ പറ്റിയില്ലെങ്കിലും നമ്മൾ ഒഴിവാക്കുക. പിന്നെ ആ സ്ഥലത്തേക്ക് പോകണ്ട, അവരോട് സംസാരിക്കുക. അല്ലാതെ നമ്മൾ അവിടെ ചെന്ന് പ്രതികാരം ചെയ്താൽ അതിൻ്റെ ശാപം കൂടി നമുക്ക് കിട്ടും. കാരണം ഒരു ജീവൻ എടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കില്ല. ഒരു ജീവനും. കൊന്നാൽ പാപം തിന്നാൽ തീരുമെന്നാണ് പറയുന്നത്. നമ്മൾ കൊല്ലുന്ന ജീവികളെ തിന്നുന്നത് കൊണ്ട് അവിടെ ശാപമില്ല. കാരണം ഈ മൃഗങ്ങൾ കൊല്ലുന്ന ജീവികളെ തിന്നും. അപ്പോൾ അത് വിശപ്പിന് വേണ്ടിയിട്ടാണ്. വിശപ്പിന് വേണ്ടി, സർവൈവലിന് വേണ്ടി ചെയ്യുന്ന കാര്യം, വിശപ്പ്, ബോഡിലി സർവൈവൽ, അതിനു വേണ്ടി ചെയ്യുന്ന കാര്യം തെറ്റല്ല എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് കൊന്നിട്ട് നമുക്ക് തിന്നാൻ പറ്റാത്ത കാര്യങ്ങളാണെങ്കിൽ നമ്മളത് കൊന്ന് അത് ശാപമായിട്ട് വരുന്നതാണ് പറയുന്നത്. മനസ്സിലായി? ഇത് എന്നോട് ഒരാൾ പറഞ്ഞതാണ്. ഇതിൽ എത്ര സത്യമുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ കേട്ടപ്പോൾ എനിക്ക് ശരിയാണെന്ന് തോന്നി. അല്ലേ? ഞാൻ കൊടുക്കുന്ന കാര്യമല്ലേ എനിക്ക് എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് കൊടുക്കാം. കൊന്ന ആളെ എനിക്ക് പുനർജനിപ്പിക്കാൻ പറ്റുമെങ്കിൽ എനിക്ക് കൊല്ലാം. ഓക്കെ, അവരെ ഞാൻ ഇനി ജനിപ്പിച്ചോളാം. എനിക്കത് പറ്റില്ല. പിന്നെ ഞാനങ്ങനെ കൊല്ലുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെ ദൈവത്തിൻ്റെ ശാപങ്ങൾ പിടിച്ചു മേടിക്കാൻ നിൽക്കരുതെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള, നിങ്ങളോട് ചെയ്യുന്നവർക്കുള്ള തെറ്റുകളിലുള്ള ശിക്ഷ ദൈവം കൊടുത്തോളും. അത് വന്നോളും എന്നാണ് പറയുന്നത്. നിങ്ങളതിൽ കേടണ്ട എന്നാണ് പറയുന്നത്. നിങ്ങൾ പ്രതികാരം ചെയ്യണ്ട. നിങ്ങളത് വിട്ട് കളഞ്ഞേക്കുക. കാരണം നമ്മൾ പ്രതികാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ പ്രതികാരം ചെയ്യാൻ വേണ്ടി ഉള്ളിലിങ്ങ് അപ്പോൾ അതുവരെ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. പ്രതികാരം ചെയ്ത ആ നിമിഷം പിന്നെ നമ്മൾ മുമ്പോട്ട് ജീവിക്കുന്നതിന് ഒരു അർത്ഥമില്ലാണ്ടാവും. എനിക്ക് ചെയ്യാനുള്ള കാര്യം ഞാൻ ചെയ്തു കഴിഞ്ഞു, ഇനിയിപ്പോൾ ജീവിച്ചിട്ട് എന്താ കാര്യം? അതാണ് അടുത്ത ചിന്ത. അപ്പോൾ അത് വേണ്ട, അത് അവിടെ കിടന്നോട്ടെ, അത് വിട്ട് കളയുക. അപ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ്, നിങ്ങൾക്ക് പുതിയൊരു ഓഫർ വരും. ചിലപ്പോൾ നിങ്ങളുടെ പാസ്റ്റിലുള്ള ആരോ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങളെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞ ആളോ, അല്ലെങ്കിൽ നിങ്ങൾ ആശിച്ചിരുന്ന ഈ റിലേഷൻഷിപ്പിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ആഗ്രഹിച്ചിരുന്നെങ്കിൽ ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ എബ്രോഡൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. ട്രാവൽ പ്ലാൻസ് ഒക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ഈ പേഴ്സൺ എബ്രോഡായിരിക്കും. നിങ്ങൾ ആ പേഴ്സണെ പോയി കാണാനും ഒക്കെ ഉള്ള ഇടവരും. എന്തായാലും നിങ്ങൾക്കുള്ള ന്യായം, നിങ്ങളോട് ചെയ്തവർക്കുള്ള പ്രശ്നങ്ങളുടെ സൊല്യൂഷൻ ദൈവമായിട്ട് കൊടുത്തോളും. നിങ്ങൾ ഇടപെടണ്ട എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതമായിട്ട് മുമ്പോട്ട് പോവുക, സ്നേഹത്തോടെയും സമാധാനത്തോടെയും മുമ്പോട്ട് ജീവിക്കുക. ഇതാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതോടെ ഈ റിലേഷൻഷിപ്പ് പ്രശ്നമായതോടെ നിങ്ങളുടെ ജീവിതം അവസാനിക്കുന്നില്ല. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ലീബ്ര, ടോറസ്, ലിയോ, അക്വേറിയസ്, സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, അക്വേറിയസ്, ലിബ്ര, ജെമിനി, Aries, Leo, Sagittarius, Aquarius, Aries, Cancer, Pisces, Scorpio, Aries, Leo, Sagittarius, Taurus, Virgo, Capricorn, Aries, Leo, Sagittarius, Aquarius, Aries, Leo, Sagittarius, Aquarius, Libra, Gemini, Cancer, Pisces, Scorpio, Aquarius, Libra, Gemini,
നിങ്ങൾ ചിന്തിച്ച് കാട് കയറേണ്ട കാര്യമില്ല കേട്ടോ. നിങ്ങൾ ഭയങ്കര ചിന്തയിലാണ് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യണം. അത് നിങ്ങളുടെ ജീവിതം മനസമാധാനം നശിപ്പിക്കും. അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട നിങ്ങൾ. ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ, ടോറസ് വെർഗോ ക്യാപ്രിക്കോൺ. നിങ്ങൾക്ക് കുറേ ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങളെ എപ്പോഴും സഹായിക്കാൻ റെഡി ആകുന്നുണ്ട്. അവരെല്ലാം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരും. അതാണ് ഇമ്പോർട്ടൻറ്റ്. കൂടെ നിങ്ങൾ പണ്ട് നിങ്ങളെ സ്നേഹിച്ചിരുന്ന ആളോ അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിച്ചിരുന്ന ആരോ ഒരാൾ നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പിന്നെ എല്ലാ സിറ്റുവേഷനും വിവാഹത്തിൽ കലാശിക്കണമെന്ന് ആശിക്കുന്നത് മണ്ടത്തരമാണ് കേട്ടോ. സ്കോർപ്പിയോ, ക്യാൻസർ, പൈസസ്, സ്കോർപ്പിയോ, ക്യാപ്രിക്കോൺ, അക്വേറിയസ്, ലിബ്ര, ജെമിനി, അക്വേറിയസ്, ലിബ്ര, ജെമിനി ഇത്രയുമാണ് സോഡിയാക് സൈൻസ് വന്നത്. പിന്നെ ഗുഡാണ്, നിങ്ങൾക്ക് ദൈവാനുഗ്രഹമുണ്ട്, എല്ലാം ശരിയാവും എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് ഫൈനൽ റീഡിങ്. ഇനി വേറൊരു റീഡിങ്ങുമായി വീണ്ടും വരാം. എല്ലാവരും സന്തോഷത്തോടും സമാധാനത്തോടും ഇരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ കേട്ടോ. അപ്പോൾ നന്ദി, നമസ്കാരം, വീണ്ടും കാണാം. ബൈ ബൈ.